ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പം എൻ്റെ മമ്മി എവിടെയാണ് പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല. പള്ളിയിൽ എവിടെയോ ഒരു അച്ഛൻ്റെ ഒരു ക്ലാസ്, ഏതോ ഒരു അച്ഛൻ്റെ ക്ലാസ് നമ്മുടെ ഏതോ പള്ളിയിലാണ്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ദശാംശത്തെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ദശാംശം കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, ബൈബിളിൽ ഇത് ദശാംശത്തെക്കുറിച്ച് എന്താ പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് എടുത്തതെന്നൊക്കെ പറഞ്ഞ് എന്നോട് ആ ക്ലാസ് മുഴുവനും പറഞ്ഞു വന്നു. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കും അങ്ങ് കൊടുത്തു തുടങ്ങാം മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, ഡാഡി അതൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. ഡാഡി കൊടുക്കുന്ന ആളൊക്കെയാണ്, പക്ഷേ ദശാംശം എന്നൊരു കൺസെപ്റ്റ് ഒന്നും മനസ്സിലില്ല. അപ്പം അങ്ങനെ അതൊന്നും ഡാഡി സമ്മതിക്കത്തില്ല, ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് മമ്മി പറഞ്ഞു. വീടിൻ്റെ ഫൈനാൻസസ് ഒക്കെ മമ്മിയാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഡാഡി എല്ലാ മാസവും മമ്മിക്ക് ഒരു എമൗണ്ട് കൊടുക്കും, ആ മാസം വീട് റൺ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഒരു എമൗണ്ട് എത്രയാണോ വേണ്ടത് അത് ഡാഡി മമ്മിയുടെ കയ്യിൽ കൊടുക്കും എല്ലാ മാസവും. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മിയുടെ കയ്യിൽ ഡാഡി അത് തരുമ്പം മേ ബി നമുക്ക് അതിൻ്റെ ഒരു 1/10 വേണേൽ എടുത്ത് മാറ്റി വെക്കാമല്ലോ. അപ്പോൾ മമ്മി പറഞ്ഞു, അത് നമുക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പം, മമ്മിയുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ ഫ്രീ ആകുമല്ലോ, ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയുക, നമുക്കെന്നാൽ മാറ്റി വെച്ചേക്കാം അതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ബോക്സ് ഉണ്ട്, അതിനകത്ത് നിറച്ചും കുറേ നമ്മൾ പറയില്ലേ കള്ളികളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അത് ഈ ദശാംശപ്പെട്ടിയായിട്ട് വെക്കാം, ഇങ്ങനെ പല കള്ളികളിലായിട്ടൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് മേളിൽ കയറി പൊടിയ തട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര പൈസയാണെന്ന് എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഈ ബോക്സിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വരിക കേട്ടോ. ഞാൻ വെറുതെ പറയുമല്ല, എക്സാക്ട്ലി ആ സമയത്ത് ഫോൺ വരുവാണ്. ഫോണിൽ ഡാഡി പറയുവാണ്, ഡാഡിക്കൊരു പ്രൊമോഷൻ കിട്ടി, പ്രൊമോഷൻ്റെ കൂടെ ഒത്തിരി നല്ലൊരു ഹൈക്കും ഒത്തിരി അലവൻസസും ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രൊമോഷനായിരുന്നു കേട്ടോ. അപ്പോൾ പൈസ മാത്രമല്ല, ഒത്തിരി വേറെ പിള്ളേർക്കുള്ള എഡ്യൂക്കേഷണൽ പിന്നെ ഏതാണ്ട് കുറേ അധികം ബെനിഫിറ്റ്സും കൂടെ ഉള്ള ഒരു പ്രൊമോഷൻ. അതായത് ഡാഡിക്ക് പ്രൊമോഷൻ കിട്ടാതെ വർഷങ്ങളിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ആക്ട് ചെയ്തപ്പോഴാണ് അല്ലേ, നമ്മളത് പൈസ എടുത്ത് മാറ്റി വെക്കുന്ന ആ ഒരു കൃത്യസമയത്ത് തന്നെ ഫോൺ വന്ന് ഡാഡി ഇത് പറയുക. അതെൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഡീപ്പ് ഇംപ്രഷനോ അല്ലെ ഒരു ഡീപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ രണ്ടുപേരും നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ ഒരു വിസിബിൾ സൈൻ ദൈവം തന്ന് അതിനെ അപ്രൂവ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. അപ്പോൾ മലാക്കിയുടെ പുസ്തകത്തിലാണ് നമ്മളിത് കാണുന്നത്. അത് ഞാനൊന്ന് വായിക്കാം കേട്ടോ. കർത്താവ് പറയുന്ന, ദശാംശം എൻ്റെ കലവറയിലേക്ക് വരട്ടെ, സ്വർഗ കവാടങ്ങൾ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് പരീക്ഷിച്ചറിയുവിൻ, ടെസ്റ്റ് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്.